7 വർഷം, 17 സജീവ പദ്ധതികൾ, വിട്ടുവീഴ്ചയില്ലാത്ത നിശ്ചയദാർഢ്യം. ഏറ്റവും ചുരുക്കത്തിൽ ഇതാണ് മൊബിലിറ്റി ഇൻ ഡിസ്ട്രഫി അഥവാ മൈൻഡ് ട്രസ്റ്റ്. 7 വർഷം മുൻപ് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് അഭിമാനപൂർവ്വം എണ്ണിപ്പറയാവുന്ന നേട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതിന് പിന്നിൽ മാറ്റി നിർത്തലുകളോടും ഒറ്റപ്പെടുത്തലുകളോടുമുള്ള നിരന്തരമായ കലഹത്തിൻ്റെയും സമഭാവന അവകാശം തന്നെയാണെന്നുള്ള ബോധ്യത്തിൻ്റെയും ബലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമാണ് മൈൻഡ് ട്രസ്റ്റിൽ ഇന്ന് സജീവമായി തുടരുന്ന പദ്ധതികൾ. സ്പൈനൽ മസ്കുലർ അട്രോഫി, മസ്കുലർ ഡിസ്ട്രോഫി രോഗങ്ങൾക്ക് നിലവിൽ സാധ്യമായ ചികിത്സ, മരുന്ന്, ഗവേഷണം, പരിചരണം മുതലായവയെപ്പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി രൂപം കൊടുത്ത ഉണർവും പ്രതിയും മുതൽ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുല്യതാ പരീക്ഷയിലൂടെയും ഓൺലൈൻ ട്യൂഷനിലൂടെയും പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രേരണ, തൊഴിൽ പരിശീലനത്തിലൂടെ സ്വയം പര്യാപ്തത നേടുന്നതിനായി നൈപുണ്യ, എ സ്പേസ് ഫോർ ഹാപ്പിനെസ് എന്ന ടാഗ് ലൈനിൽ മൈൻഡ് അംഗങ്ങളുടെ ഭിന്നശേഷി സൗഹൃദമായ വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി സാഫല്യം, SMA-MD രോഗാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് വീൽചെയറും മറ്റ് സഹായക ഉപകരണങ്ങളും എത്തിച്ചു നൽകുന്നതിനായി സഹയാത്ര, മൈൻഡിലെ വനിതാ അംഗങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനത്തിനായി വുമൺ എംപവർമെന്റ് എന്നിങ്ങനെ മൈൻഡിന്റെ വോളണ്ടിയർ വിങ്ങായ കൂട്ടുവരെ നീളുന്ന പദ്ധതികളാണ് മൈൻഡ് ട്രസ്റ്റ് നിലവിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രോഗാവസ്ഥകളല്ല മനുഷ്യന്റെ ഭാവി തീരുമാനിക്കേണ്ടതെന്നാണ് ഈ പദ്ധതികളുടെ ഒക്കെ അടിസ്ഥാനം. SMA ബാധിതരായ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയതിനു പിന്നിൽ മൈൻഡ് ട്രസ്റ്റിന്റെ സമ്മർദ്ദമുണ്ടായതും ഇന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും സമാന രോഗവിഭാഗങ്ങളെയും അവയുടെ രോഗനിർണയ ചികിത്സാ സാധ്യതകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്യപ്പെട്ടതും പ്രഗതി പ്രോജക്റ്റിന്റെ വിജയങ്ങളിൽ ചിലതാണ്. ഇംഗ്ലീഷിൽ ആശയവിനിമയം ഒരു ബാലികേറ മലയല്ലെന്ന് 2021 മുതൽ മൈൻഡ് അംഗങ്ങൾക്കറിയാം. സ്പീക്കേഴ്സ് ക്ലബിലൂടെ 4 ബാച്ചുകളിലായി 32 പേരാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതുവരെ പ്രേരണയിലൂടെ പഠിച്ച് തുല്യതാ പരീക്ഷയും SLC+2 റെഗുലർ പരീക്ഷകളും വിജയിച്ച മൈൻഡ് അംഗങ്ങളുടെ എണ്ണം 46 മുടങ്ങിപ്പോയ പഠനം 25 വർഷത്തിനു ശേഷം പുനരാരംഭിച്ചവർ വരെയുണ്ട് ആ കൂട്ടത്തിൽ. ആരോഗ്യ കാരണങ്ങളാൽ സ്ഥിരമായി സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികളും ഇവിടെ പഠിതാക്കളാണ്. ആശയവിനിമയം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നും രോഗാവസ്ഥ മൂലം ശബ്ദം ഒളിപ്പിച്ചു വെക്കേണ്ടതല്ല എന്നുമുള്ള ബോധ്യത്തിൽ നിന്നാണ് iTalk എന്ന പദ്ധതിയുടെ ഉദയം. മൈൻഡ് അംഗങ്ങളെ ആശയവിനിമയത്തോടുള്ള വിമുഖത മാറ്റി സമൂഹത്തോട് മികച്ച രീതിയിൽ സംവദിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ iTalk മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 10 ആഴ്ചകൾ നീളുന്ന കോഴ്സ് ഇതുവരെ 5 ബാച്ചുകളിലായി 33 മൈൻഡ് അംഗങ്ങൾ പൂർത്തിയാക്കി. സഹയാത്രാ പദ്ധതിയിലൂടെ ഇതുവരെ വിതരണം ചെയ്തത് 182 ഇലക്ട്രോണിക് വീൽചെയറുകളാണ്. കമോഡ്, മാനുവൽ വീൽചെയറുകൾ, ബെഡ് റിക്ലൈനർ, ICU ബെഡ്, പേഷ്യൻ്റ് ട്രാൻസ്ഫർ ഹോയിസ്റ്റ് എന്നിങ്ങനെ ഒട്ടനവധി മറ്റു ഉപകരണങ്ങളും അർഹരായ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാറുണ്ട്. പരിമിതമായ ചലനശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് തന്നെയാണല്ലോ. മൈൻഡ് ട്രസ്റ്റിലെ വനിതാ അംഗങ്ങളുടെ സമ്പൂർണ്ണ ശാക്തീകരണത്തിനായി രൂപപ്പെടുത്തിയ പദ്ധതിയാണ് അഥവാ വുമൺ എംപവർമെന്റ്. നിരന്തരമായ ആശയവിനിമയത്തിലൂടെ അവരുടെ കഴിവുകൾ കണ്ടെത്തി പരിശീലന പരിപാടികളിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു നിരവധി വേദികളിലേക്ക് അവരെ എത്തിക്കുവാൻ യിലൂടെ സാധിച്ചു. ഡാൻസ്, മ്യൂസിക് വീഡിയോകളിലും മറ്റുമായി അതീവ ആത്മവിശ്വാസത്തോടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മൈൻഡ് അംഗങ്ങളാണ് യുടെ വിജയത്തിന്റെ തെളിവ്. ടാലൻഷ്യ എന്ന പേരിൽ 2023 2024 മാസങ്ങൾ നീണ്ടുനിന്ന പരിശീലന പരിപാടിയിലൂടെ ഡിജിറ്റൽ മേഖലയിലും പബ്ലിക് സ്പീക്കിങ്ങിലുമടക്കം തങ്ങൾക്ക് താല്പര്യമുള്ള വിവിധ മേഖലകളിൽ മൈൻഡിലെ 60-ലേറെ അംഗങ്ങൾ പ്രാവീണ്യം നേടി. യോട് ചേർത്തു പറയാവുന്ന ധീര എന്ന വനിതാ സെൽ ഓരോരുത്തരുടെയും പ്രയാസങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ചതാണ്. മൈൻഡ് യു മൈൻഡ് എന്ന പേരിൽ മാനസികാരോഗ്യ രംഗത്തെ വിദഗ്ധരുമായി ആശയവിനിമയം ധീരയുടെ കീഴിൽ നടന്നു വരുന്നു. കുട്ടികൾക്ക് വേണ്ടി മാത്രമായൊരു പദ്ധതി, അതാണ് പ്രയാൺ.
ശാരീരിക പരിമിതികൾ അതിർത്തികളല്ല എന്ന് SMA-MD ബാധിതരായ കുട്ടികളെ ബോധ്യപ്പെടുത്തുവാനും അവരുടെ സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെടുത്തുവാനുമായി രൂപീകരിച്ച ഈ പദ്ധതിയിൽ 4 ബാച്ചുകളിലായി ഇതുവരെ 48 കുട്ടികൾ പ്രയാണിന്റെ ഭാഗമായി. പ്രയാൺ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ഉണർവ് ഈ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയാണ്. SMA-MD ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഉണർവിന്റെ ഭാഗമാണ്. രോഗബാധിതരുടെ ഇടയിൽ മാത്രമല്ല, മറിച്ച് കുടുംബാംഗങ്ങളിലും സമൂഹത്തിനും ഈ അവസ്ഥകളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിനും രോഗനിർണയം, മരുന്ന്, ചികിത്സ, പരിചരണം മുതലായവ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും സെമിനാറുകൾ, ഒത്തുചേരലുകൾ, ക്യാമ്പയിനുകൾ മുതലായവയിലൂടെ ഉണർവ് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മൈൻഡ് അംഗങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടുന്നതിനായി രൂപീകരിച്ച പദ്ധതിയാണ് സ്നേഹസമ്മാനം. ആശുപത്രി ചിലവുകൾ തുടങ്ങിയ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുകയാണ് സ്നേഹസമ്മാനത്തിലൂടെ. പ്രതിമാസം ഒരു നിശ്ചിത തുക വീതം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നൽകുവാൻ രൂപം കൊടുത്ത ഒപ്പം എന്ന പദ്ധതിയും ഇന്ന് മൈൻഡ് ട്രസ്റ്റിനുണ്ട്. ട്രസ്റ്റിന് പുറത്തുള്ള വ്യക്തികളിലൂടെ ധനസമാഹരണം നടത്തുന്ന ഈ പദ്ധതി വഴി നിലവിൽ പ്രതിമാസം 20,000 രൂപയോളം ഇത്തരത്തിൽ നൽകാൻ മൈൻഡിന് സാധിക്കുന്നുണ്ട്. മൈൻഡ് അംഗങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യം യോഗയിലൂടെയും മറ്റ് വ്യായാമങ്ങളിലൂടെയും മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപം കൊടുത്ത പദ്ധതിയാണ് സുശീലം. SMA-MD ബാധിതരായ വ്യക്തികൾക്ക് ശാരീരിക ചലനം പരമാവധി പ്രയാസരഹിതമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായ പ്രാൺ എന്ന പ്രോജക്റ്റ് വഴി SMA-MD ബാധിതരായ 25ഓളം കുട്ടികൾക്ക് സോലസ് എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ ആഴ്ചയിൽ 3 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യുവാനുള്ള സൗകര്യം മൈൻഡ് നൽകുന്നുണ്ട്. മൈൻഡിന്റെ വോളണ്ടിയർ വിങ്ങായ കൂട്ട് ട്രസ്റ്റിന്റെ ഏറ്റവും സജീവ പദ്ധതികളിൽ ഒന്നാണ്. കൂടെയുണ്ട് കൂട്ടിനുണ്ട് എന്ന ടാഗ് ലൈനോടെ 2020 ഓഗസ്റ്റ് മുതൽ പ്രവർത്തന രംഗത്തുള്ള കൂട്ട് വോളണ്ടിയർ വിങ് 2020 ഓഗസ്റ്റ് മാസം ഓൺലൈനായി സംഘടിപ്പിച്ച SMA ബോധവൽക്കരണ ക്യാമ്പയിനിൽ പങ്കെടുത്ത കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ പിന്നീട് ഒത്തുചേർന്ന് കൂട്ട് എന്ന കൂട്ടായ്മയായി മാറുകയായിരുന്നു. നിലവിൽ സഹയാത്രയും പ്രേരണയും അടക്കം മൈൻഡിന്റെ ഒട്ടേറെ പദ്ധതികളുടെ അവിഭാജ്യ ഘടകമാണ് കൂട്ട്. ഒരിടം എന്ന മൈൻഡിന്റെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടിയും SMA-MD ബോധവൽക്കരണത്തിന് വേണ്ടിയുമായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാരെ കണ്ടു സംസാരിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ രൂപം കൊടുത്ത മിഷൻ 140 എന്ന പരിപാടി മുതൽ ചെറുതും വലുതുമായ എല്ലാ പദ്ധതികളുടെയും ഭാഗമാണ് കൂട്ടു വോളണ്ടിയർ വിങ്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി താങ്ങായി തണലായി മാറാനായി ഒരിടം. അതാണ് ഒരിടം എന്ന മൈൻഡിന്റെ സ്വപ്ന പദ്ധതി. ആ സ്വപ്നം പൂർത്തിയാക്കാനുള്ള യാത്ര തുടരുകയാണ് മൈൻഡ് ട്രസ്റ്റ്. ഇനിയും ഒട്ടേറെ പദ്ധതികളുണ്ട്. വിന്നേഴ്സ് ക്ലബ്, ഇടം എന്ന ഡിജിറ്റൽ മാഗസിൻ എന്നിവ മുതൽ പ്രകൃതി സംരക്ഷണ പ്രോജക്റ്റായ അവനി വരെ അത് നീളുന്നു. സാധാരണമായ ഒരു ജീവിത സാഹചര്യം ഞങ്ങൾക്ക് അപ്രാപ്യമാണ് എന്ന് ആദ്യം തന്നെ വിധിയെഴുതിയ സമൂഹത്തോട് പറയാനുള്ള ഉത്തരങ്ങളാണ്. അല്ലെങ്കിലും ആഴമുള്ള ആശകൾക്ക് എപ്പോഴും താങ്ങ് അടിയുറപ്പുള്ള മനസ്സ് തന്നെയാണ്.